നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരു സമ്പൂർണ്ണ കലാകാരനെയാണ് ഞങ്ങൾ ഇന്ന് JB ജംഗ്ഷനിൽ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നമ്മുടെ മനസ്സിൽ ചേക്കേറിയ ഒരു കഥാപാത്രം. നാടകത്തിൽ തുടങ്ങി സിനിമയിൽ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന അലൻസിയർ ലേ ലോപ്പസ്, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബേബി ചേട്ടൻ. അലൻസിയറെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. അലൻസിയർ പേരിൽ തന്നെ ഒരുപാട് പുതുമകളുണ്ടെന്ന് ആൾക്കാർ പറയുന്നു. അലൻസിയർ ലേ ലോപ്പസ്, ആദ്യമൊക്കെ ഈ പേരൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കേൾക്കുന്നവർക്ക് മാത്രം. ജോൺ ബ്രിട്ടാസ് എന്ന് വിളിച്ചപ്പോൾ ജോണിന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആദ്യകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പേര് വളരെ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഏത് സ്കൂളുകളിലൊക്കെ ഏത് ശിക്ഷയ്ക്കും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും. പിന്നീട് എനിക്കത് അതിലൊരു പ്രത്യേകത കണ്ടു തുടങ്ങി. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരുള്ളത് കൊണ്ട് ഒരു ഐഡൻറ്റിറ്റി കിട്ടാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായി. ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയൻ തന്നെയാണ്. പക്ഷേ ഭാരതത്തിലുള്ളവർക്ക് നമ്മുടെ ഈ പേരുകൾ അങ്ങനെ വളരെ വൈദേശികമായി തോന്നുന്നതിൻ്റെ അവരുടെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമില്ല. കാരണം ഇത്തരം പേരുകളുണ്ട് നിലവിൽ. അലൻസിയർ ലേ ലോപ്പസ് ഉണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ട്, മുസോളിനി ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്റ്റാലിനുണ്ട്, ലെനിനുണ്ട്, ഒക്കെ ഉണ്ട്, ക്രൂഷ്ചേവ് ഉണ്ട്. അത്തരം പേരുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പേരൊന്നും ഭാരതീയരല്ലാന്നേ ഉള്ളൂ, പക്ഷെ അവരൊക്കെ പേര് വിദേശത്ത് നിന്ന് എടുത്തതേ ഉള്ളൂ. ഈ പേരിന്റെ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ്. പേരല്ലല്ലോ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിലുള്ള പേരുകൾ തന്നെ യഥാർത്ഥ മലയാളത്തിലുള്ള പേരുകളല്ല. അതെവിടെ നിന്നൊക്കെ വന്നു ചേർന്ന പേരുകളാണ്. പേരുകൾക്ക് അങ്ങനെ ഒരു മണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല. വന്നു ചേർന്ന പേരുകളൊക്കെ തന്നെയാണ് ഈ സാധനം. പക്ഷെ മണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പേരാണ് അലൻസിയറെ വീട്ടിൽ വിളിക്കുന്നത്, സുനിൽ എന്ന്. അല്ല, അത് ബംഗാളി പേരാണ്. അത് കേരളീയ പേരല്ല. അപ്പൊ അതിന്റെ മുകളിലൊരു ഗവേഷണം നടത്തി. അല്ല, അത് ഇത് ഇങ്ങനെ ചോദ്യം ഉണ്ടാകും. അല്ല, ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കാരണം ഞാൻ കാവാലം പണിക്കർ സാറിന്റെ നാടകം ട്രൂപ്പിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഭരത് ഗോപിച്ചേട്ടനായിരുന്നു അന്ന് നാടകം ഡയറക്ടർ ചെയ്യുന്നു. തിരുമുടി എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ ഗോപിച്ചേട്ടൻ ചിറയൻകീഴുകാരനാണ്. ഞാൻ ചിറയൻകീഴിന് തൊട്ടടുത്ത് കണിയാപുരത്തിനടുത്തുള്ള പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഗോപിച്ചേട്ടനോട് പരിചയപ്പെടുമ്പോൾ ഗോപിച്ചേട്ടൻ എന്നോട് പേര് ചോദിച്ചു. എന്താ എൻ്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് അലൻസിയർ. എന്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു അലൻസിയർ. അപ്പോൾ ഗോപിച്ചേട്ടൻ തിരിച്ച് എന്നോട് ചോദിച്ചു എവിടെയാ സ്ഥലം? അപ്പോൾ ഞാൻ പറഞ്ഞു കണിയാപുരം. കണിയാപുരത്ത് എവിടെയാ? അപ്പോൾ ഞാൻ പറഞ്ഞു പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം. പുത്തൻതോപ്പ്. അപ്പോൾ നിനക്ക് വീട്ടിൽ വേറെ പേര് കാണും, പേര് പറടാ, വീട്ടിൽ വിളിക്കുന്ന പേര് പറ. അപ്പോൾ ഞാൻ പറഞ്ഞു സുനിൽ. അപ്പോൾ ഗോപിച്ചേട്ടൻ കാവാലത്തോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. കാവാല സാറിനോട് പറഞ്ഞു, പണിക്കരേട്ടാ ഇവന്മാർക്കൊക്കെ ഇങ്ങനെയാ, നാട്ടുകാർക്ക് നാക്കൊടുക്കുന്ന പേരും കൊടുക്കും, വീട്ടുകാർക്ക് എളുപ്പമുള്ള പേരും കൊടുക്കും. ഞാൻ അവിടെ ഒരുപാട് കാണാൻ KCBയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഈ സ്ഥലം മുഴുവൻ എനിക്കറിയാം. അതായിരുന്നു സുനിലിന്റെ രഹസ്യം. എന്താ നമുക്ക് നോക്കട്ടെ സംഭവം. ഈ അടുത്ത കാലത്ത് താങ്കൾ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായത് ഈ ഒരു രൂപഭാവത്തിലാണ്. അമേരിക്കൻ പതാകയാണോ? അമേരിക്കൻ പതാക എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കാസർഗോഡ് നിന്ന് തട്ടിപ്പായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പതാക. യഥാർത്ഥ അമേരിക്കൻ പതാകയാണെങ്കിൽ മിക്കവാറും ന്യൂയോർക്കിലെ ഏതെങ്കിലും കോടതിയിൽ വിചാരണ നേരിട്ടെ. ന്യൂയോർക്കിലെ കോടതി മാത്രമല്ല, മിക്കവാറും ഇവിടെ നിന്ന് തന്നെ എനിക്ക് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. താങ്കൾ ഉയർത്തിയൊരു പ്രതിരോധം അതിൻ്റെതായ ആർജവത്തോടെ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഞാൻ അതിലേക്ക് വരാം. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ താങ്കളിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കാനോ അല്ല ചോദിക്കാനോ അവരുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. വരട്ടെ ഒരു ചോദ്യം. അലനെ കുറിച്ച് ഞാൻ കാസർഗോഡ് അലൻ കമലിനെതിരെ ഉയർന്ന വലത് തീവ്രവാദികളിൽ നിന്ന് ഉയർന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കമലിന് വേണ്ടി തെരുവിലിറങ്ങി അലൻ നാടകം കളിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നൊരു സംഭവം, അലൻ 2013 എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ കാലയളവിൽ ഒരിക്കൽ കമലിൻ്റെ അടുത്ത് ഒരു ചാൻസിന് വേണ്ടി പോയിരുന്നു. അത് കമലിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ആരോ ആണ് അലനെ വിളിച്ചത്. എന്നോട് പറഞ്ഞിട്ടാണ് രാവിലെ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ പുള്ളി MG റോഡിൽ എത്തുന്നു. ഒരു ഹോട്ടലിന് മുമ്പിൽ കമൽ സാർ വിളിക്കാൻ കാത്ത് നിൽക്കുകയാണ് ഇങ്ങനെ.
അപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ് ആ നിൽപ്പ്. ഒരു 3 മണി വരെ പോയി കാണും. അപ്പോൾ അലൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇത്രയും സമയമൊക്കെ കഴിയുമ്പോൾ അങ്ങേരുടെ ഒരു പ്രതികരിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം കമലിനോട് അദ്ദേഹം റൂമിൽ ചെന്ന് നടത്തുകയും ചെയ്തു വന്നു. അപ്പോൾ അന്ന് ഞാൻ അലനോട് പറഞ്ഞു, നിങ്ങളുടെ സിനിമയിലെ ഭാവി വളരെ ശോഭനമായിരിക്കുമെന്ന് ഞങ്ങളെല്ലാവരും കളിയാക്കിയിരുന്നു. പക്ഷേ ആ അലൻ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരാളും പ്രതികരിക്കാനില്ലാത്ത ഒരു മൊമെൻറ്റിൽ ആ കമലിനോട് ഒപ്പം പ്രതികരിച്ച ഒരുപാട് പേരിരിക്കെ കമലിനോട് നേരിട്ട് ബഹളമുണ്ടാക്കിയ അലനാണ് ആദ്യം പ്രതികരിക്കാനെത്തിയത് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അലൻ സർ, ഈ ഒരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു. താങ്കളോട് അല്പം നീരസമുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പ്രചരിപ്പിച്ചത് വേറൊരു ചിത്രമാണ്. പറ്റുമെങ്കിൽ കമലിൻ്റെ അടുത്ത സിനിമയിൽ കയറിക്കൂടാനുള്ള തന്ത്രമായിരിക്കും. പക്ഷേ താങ്കളോട് ഒരുപക്ഷെ താങ്കൾക്ക് അപ്രീതികരമാകുന്ന രീതിയിൽ അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച് കമലിനോട് തട്ടിക്കയറി ഇറങ്ങിപ്പോയ ഒരാളാണ് താങ്കൾ. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ താങ്കൾക്ക് അത്തരത്തിലുള്ള ചെറിയ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ആ വിഷയം എന്നുള്ളതാണ് താങ്കളെ. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതൊരു കമാലുദ്ദീനും ഒരു രാധാകൃഷ്ണനും തമ്മിലുള്ള ഇഷ്യൂ അല്ല. ഞാൻ കമലിന് വേണ്ടിയിട്ടോ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെയായിട്ടോ അല്ല ഇത് ഞാൻ ഈ നാടകം അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ട് ശീലമില്ലാത്ത ചില ദുസൂചനകൾ കേരളത്തിൽ കണ്ടു തുടങ്ങി. നാട് കടത്തി കളയുക എന്ന് പറയുന്ന പ്രയോഗം അത് പണ്ട് രാജവാഴ്ചക്കാലത്ത് സംഭവിച്ചതാണ്. ജനാധിപത്യത്തിലില്ല. കോടതി തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കും, നാട് കടത്താൻ വിധിക്കാറില്ല. അവിടെയാണ് നാട് കടത്തി കളയുക എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിക്കുന്നത്. എം ഡിക്കെതിരെയും ഇത്തരം ആരോപണങ്ങളും എം ഡിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രചരണങ്ങളൊക്കെ നടത്തി. പക്ഷെ എം ഡിയെ നാട് കടത്തി കളയുന്ന ഒരു പ്രയോഗം നടത്തിയില്ല. അവിടെയാണ് ഈ ജാതിയുടെയും വംശത്തിൻ്റെയും മതത്തിൻ്റെയും സ്വഭാവം വരുന്നത്. അതനുസരിച്ച് ഇതൊക്കെ മനസ്സിലാലോചിച്ചു. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു പോരാട്ടം നടത്താൻ പോവുകയാണ്. ഞാൻ കാസർഗോഡേക്ക് പോയിട്ട് ഇങ്ങനെ പരിപാടിയാണ്. കാസർഗോഡ് അത്ര നല്ല പന്തിയുള്ള സ്ഥലമൊന്നും അല്ല. ഒരുപാട് ആൾക്കാർ വേണമെങ്കിൽ താങ്കളുടെ മുകളിൽ കൈവെക്കാൻ സാധ്യതയുള്ളൊരു ഭൂമി കൂടിയാണ്. ഈ പറയുന്ന വലതുപക്ഷ ശക്തികൾക്ക് നല്ല സ്വാധീനമുള്ളതാണ്. ഞാൻ പറയുന്നതിന് പകരം വേറെ ആൾ വരാം അപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൂട്ടും. നോക്കട്ടെ ആരാണ്. ഞാനും അലൻസിയർ ഏതാണ്ട് 80കളുടെ ഒരു ആദ്യ പകുതി, ഒരു 83, 84, 85 കാലഘട്ടത്തിൽ ഒന്നിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികളായിട്ട് വന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചെറിയ തോതിൽ കലയും സാഹിത്യത്തിൻ്റെ ഓടൊപ്പം നാടകവും ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് തിയേറ്റർ ഉണ്ടായിരുന്നു. വളരെ സജീവമായിരുന്നു. മാത്രമല്ല നരേന്ദ്രപ്രസാദ് സാറിനെ പോലെ അധ്യാപകനവിടെ, നാടകക്കാരനായിട്ടുള്ള വലിയൊരു അധ്യാപകനോട് ഉണ്ടായിരുന്നു. ഇത്തരം സാഹസികമായ ഒറ്റയാൾ പട്ടാളമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് കാസർഗോഡ് ഒറ്റയ്ക്ക് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്വന്തം മനുഷ്യനൊക്കെ മരണഭയമില്ലേ, തല്ലിക്കൊല്ലുമെന്നുള്ളൊരു പേടി തോന്നിയിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ കണ്ട ചോദ്യം തന്നെയാണ് അൻവർ അലി ചോദിച്ചിരിക്കുന്നത്. കാസർഗോഡ് പോയി അവതരിപ്പിക്കുന്നത് എന്താണ് അലൻസർക്ക് തോന്നാൻ കാരണം? എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ആയിക്കൂടാ, കൊച്ചിയിലായിക്കൂടാ? എന്താണ് കാസർഗോഡ് ഇറക്കാൻ കാരണം? അല്ല, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പുലിമടയിൽ കയറി വെടിവെക്കണമെന്ന് തോന്നിയിട്ടല്ല അത് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ തിയേറ്ററാണ്, നാടകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെൻ്റെ ശരീരമാണ്, എൻ്റെ മാധ്യമം ശരീരമാണ്. ആ ശരീരം കൊണ്ട് ഞാൻ പ്രതികരിക്കും. അതെൻ്റെ പള്ളിയിലും ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പല ഇഷ്യൂസിലും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സിനിമാക്കാരനായതുകൊണ്ട് ഇത് അറിഞ്ഞതേ ഉള്ളൂ. ഭയം എന്ന് പറയുന്ന സാധനം എന്നോട്, ഞാൻ ആദ്യം ഇത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാൻ വിളിച്ചത് പി വി ഷാജികുമാറിനെയാണ്, കഥാകൃത്ത്. അവൻ കാസർഗോഡുകാരനാണ്. അപ്പോൾ അവന് രഞ്ജിത്തിൻ്റെ പടത്തിൽ അവൻ മമ്മൂക്കയുടെ ഒപ്പം ഗോവയിലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ഭാര്യ മനീഷയുണ്ട്. ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു അലൻചേട്ടൻ നടത്തിയ ഒറ്റയാൾ പ്രകടനത്തിൽ സഹായിയായി കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. അന്ന് പരിപാടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അലൻചേട്ടൻ ഭാര്യയെ ശാന്തി ചേച്ചിയെ വിളിച്ച സമയത്ത് ഫോൺ എനിക്ക് കൈമാറുകയുണ്ടായി. അന്ന് ശാന്തി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത്, നാടകം ചെയ്യുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് എത്രത്തോളം സേഫ് ആയിരുന്നോ എന്നുള്ളൊരു ഉദ്വേഗമല്ല ശാന്തി ചേച്ചി പങ്കുവെച്ചത്, മറിച്ച് ആ പരിപാടി എത്രത്തോളം വലിയൊരു വിജയമായിരുന്നു, അല്ലെങ്കിൽ എത്ര ശക്തമായൊരു ഇടപെടലായിരുന്നു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഈ ഒരു ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതിയിട്ട് തൻ്റെ ഉള്ളിലെ കലാകാരൻ തോറ്റുപോകാതിരിക്കാൻ ശാന്തി ചേച്ചിയുടെ റോൾ എന്തായിരുന്നു? ഒരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ആ കാണുന്നതിനൊക്കെ ശ്രദ്ധിച്ചോളാം. അലൻസറിന്റെ കൂടെ കൂട്ടുപ്രതിയാണ്. അതെ, കൂട്ടുപ്രതിയാണ്. അവളാണ് എൻ്റെ കൂടെ വന്നത്. അവളാണ് എന്നോട് പറഞ്ഞത് ഇത് കാസർഗോഡ് അപകടം പിടിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ വരാം. അല്ല, വരാമെന്നല്ല, അത് വേണോ എന്ന് ആലോചിക്കാൻ ഇവൾ എന്നോട് പറഞ്ഞു.
ചിലപ്പോൾ തല്ല് കിട്ടും ചേട്ടാ, ചിലപ്പോൾ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 തല്ലിക്കോട്ടെ, എനിക്ക് തല്ല് കിട്ടാത്തതിന്റെ ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ ഒരുപാട് നാടകം കളിച്ച അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് വാങ്ങിച്ച ആളാണ്. എനിക്ക് തല്ലൊന്നും നാടകം കളിച്ച തല്ല് കിട്ടുന്നതിന് പേടിയൊന്നുമില്ല. എന്നെ അച്ഛൻ തല്ലിയാണ് പഠിപ്പിച്ച് ഞാൻ നാടകക്കാരനായി ചേർന്നത്. ഞാൻ എൻ്റെ വാശിയായിരുന്നു. ആരോടെങ്കിലും ഞാൻ നാടകത്തിനോ അഭിനയത്തിനോ ഉറച്ചു നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് കൊടുത്തൊരു സമ്മാനമാണ്. അച്ഛൻ എനിക്ക് തന്ന തല്ലിന് പകരം കൊടുത്ത അച്ഛനുള്ള സമ്മാനം തന്നെയാണ്. അച്ഛൻ ഇന്നിപ്പോ ഇത് കാണുമ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷവാനായിരിക്കും. അതിനാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നത്. അൻവർ ചോദിച്ചതിനോടുള്ള മറുപടി കൂടി പറയാം. അൻവർ ചോദിച്ചില്ല ഭയം ഉണ്ടായിരുന്നു. എനിക്ക് അൻവറിനെയൊക്കെ എനിക്ക് പറഞ്ഞ പോലെ അറിയാം. എത്ര കാലം നിങ്ങൾ ഭയപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ പണ്ടൊരാൾ പറയുന്നൊരു ചൊല്ലുണ്ട്. അയാളിങ്ങനെ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ചിട്ട് അയാളിങ്ങനെ പാട്ടുപാടി നടക്കും. അയാളുടെ പാട്ട് കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. അയാളെ നമ്മൾ ആരെങ്കിലും ഹലോ പാമ്പ് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ തീ വീഴുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഡയലോഗുണ്ട്, ഒന്ന് പോടാ, ഇന്ന് മരിച്ചാൽ നാളെ മരിക്കണ്ട. അതാണ് നമ്മുടെ പോളിസി. അതാണ്. അപ്പൊ ആ മൂപ്പര് പ്രദാനം ചെയ്തൊരു ഫിലോസഫി ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു കള്ളുകുടിയിൽ നിന്ന് കിട്ടുന്ന ഫിലോസഫി ആണെങ്കിൽ പോലും അതിനകത്തൊരു വലിയ സത്യമുണ്ട്. ഇന്ന് മരിച്ചാൽ നാളെ മരിക്കണ്ട. എന്തിനാണ് നാളെ മരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? ആനന്ദത്തോടെ അവനവന്റെ ഇഷ്ടപ്രകാരം ആത്മഹത്യയല്ലല്ലോ, ഒരു സംബന്ധം കൊല്ലുകയല്ല, തോൽപ്പിക്കാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കൊന്നുകളഞ്ഞോട്ടെ, അത് നല്ല കാര്യമല്ലേ. എന്നാലും ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് തരക്കാരുള്ളതാണ്. ഈ പറഞ്ഞ രൂപം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥനഗ്നനായി താങ്കൾ അവിടെ ഇറങ്ങി ഈ നാടകം അമേരിക്കയിലേക്ക് പോകാനുണ്ടോ പാകിസ്ഥാനിലേക്ക് പോകാനുണ്ടോ എന്നൊക്കെയുള്ള എന്താ ഡയലോഗ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കട്ടെ. ഈ നാടിനോട് എനിക്ക് ബഹുമാനം, അതിലേറെ അടുത്ത നാടിനോടും ബഹുമാനം, നാടിനെ സ്നേഹിക്കുക മറ്റുള്ളവരെയും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ തുടക്കം PP ഊതി ഇതിന് പറഞ്ഞു. ഇത് പറഞ്ഞ് ആരുടെ മുഖത്താണ് ഇതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം ഉണ്ടായത്? അവിടെ നിന്ന് ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ആരെയും നോക്കാറില്ല. ആദ്യത്തെ അനൗൺസ്മെന്റ് ആയി സാധനം, നാടകം കളിക്കുന്നത് പോലും പറഞ്ഞിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ ഞാൻ ഓടിക്കയറുക, ചെല്ലുന്ന ബസ്സിലൊക്കെ ചെന്നിട്ട് വിടുന്ന ബസ്സിൽ കൈ കാണിക്കും. അവിടെ നിന്നിട്ട് ഇത് അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ അവർ കാസർഗോഡ് പോകുന്ന ഏതൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, എന്നാ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ബസ് എടുക്കുമ്പോൾ ഞാൻ ആ ബസ്സിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയിട്ട് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു അമേരിക്കയിലേക്ക് ടിക്കറ്റ് വേണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, അമേരിക്കയിലേക്ക് ഇല്ല, ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി വിചാരിക്കുന്നത് ഒന്നുകിൽ ഇയാൾക്ക് ഭ്രാന്താ. പിന്നെ ഞാൻ പോർച്ചുഗീസിലേക്കാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ചേട്ടാ, ഒന്ന് പുറത്തിറങ്ങി, വണ്ടി പോകണം, സമയമായി, ഇത് പ്രൈവറ്റ് ബസ്സാ, മറ്റേ സമയത്തിന് പോയേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബസ് അമേരിക്കയിലേക്ക് ഹൈജാക്ക് ചെയ്യാം. എൻ്റെ പേര് അലൻസിയർ ലേ ലോപ്പസ്. വിമാനം മാത്രമല്ല ബസ്സും തട്ടിക്കൊണ്ടുപോകാം. അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ബസ്സിലിരുന്ന ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ ചിലർ എന്നെ ഐഡന്റിഫൈ. അപ്പോൾ അവര് ബേബിച്ചൻ അവര് പയ്യൻ പറഞ്ഞു ബേബിച്ച ഷർട്ട് ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഭാരതത്തിൽ നിന്ന് പോകുന്ന ആരും ഷർട്ട് ഇടാറില്ല. ഗാന്ധി യാത്ര ചെയ്തത് ഷർട്ട് ഇട്ടിട്ടല്ല, സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. അതുകൊണ്ട് ഷർട്ട് ഇടാതെ തന്നെ ഞാൻ ഈ ബസ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയിലേക്ക് വരാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ്? ബസ്സിലിരുന്ന എല്ലാ പിള്ളേരും, ചെറുപ്പക്കാരുൾപ്പെടെ, നിങ്ങൾ ഈ പറയുന്നില്ലേ മഹാഭാരതത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ദേശീയത പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു അമേരിക്കയിലേക്ക് വരാനാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ വെക്കോ അമേരിക്കയിലേക്ക്. ഞാൻ ജനിച്ച നാട്ടിൽ ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കും. എൻ്റെ പേര് അലൻസിയർ ലേ ലോപ്പസ്. എനിക്കൊരു ലോക പോലീസിൻ്റെയും സംരക്ഷണം വേണ്ട. എന്നിട്ട് ഞാൻ എൻ്റെ പൃഷ്ഠഭാഗം കാണിച്ചു. അവിടെ ബ്രിട്ടീഷ് പതാകയുടെ ചിഹ്നം, അത്തരം സൂചനകളുള്ള ഒരു സാധനം കൊണ്ടാണ് മറച്ചിരുന്നത്. ഈ നമ്മൾ ഇത്രയും കാലം അടക്കി വാണിരുന്ന ലോകത്ത് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിന്റെ പതാകയുടെ സംരക്ഷണവും എനിക്ക് വേണ്ട. പക്ഷേ എൻ്റെ ദേശസ്നേഹം അണ്ടർവെയർ പൊക്കി കാണിക്കേണ്ടതല്ല, അത് ഞാൻ കാണിക്കില്ല എന്നായിരുന്നു ആ നാടകത്തിനോട് പറഞ്ഞ കണ്ടന്റ്. ആ സമയം ഒരാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ അവനെ കൃത്യമായി നോട്ട് ചെയ്തു. ഒരു ആട്ടോ ഓടിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. അയാളുടെ ശരീരത്തിൽ ചുറ്റിയിരിക്കുന്ന ചിഹ്നങ്ങൾ കണ്ടപ്പോൾ തന്നെ അയാളുടെ ഐഡന്റിറ്റി എനിക്ക് മനസ്സിലായി, അയാളുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി എനിക്ക് മനസ്സിലായി, അയാൾക്ക് എൻ്റെ നാടകം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തേക്ക് വരുമ്പോൾ എന്തിനാണെന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അയാൾ വന്ന ഉടനെ ഞാൻ അയാളെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ സ്നേഹമല്ലേ വലുത്? ഒരാളൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ നാട് കടത്തി കളയാന്ന് പറയുന്ന മോശമല്ലേ? സ്നേഹത്തേക്കാൾ വലിയൊരു സാധനമുണ്ടോ? നമ്മൾ അത് അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ തിരുത്താന്നല്ലേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു ഉമ്മ കൊടുത്തു. അയാൾ വന്നാരും മറന്നുപോയി. അയാൾ ചിരിക്കും. അഥവാ താങ്കൾ അദ്ദേഹത്തിന് ആശ്ലേഷിച്ച് ഉമ്മ കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മിക്കവാറും അയാൾ എന്നെ തല്ലും, ഉറപ്പായിട്ടും. അദ്ദേഹത്തിന് നടത്തുന്ന താങ്കൾക്ക് മനസ്സിലായി. എനിക്ക് അയാളുടെ വരവ് കൃത്യമായിട്ട്. താങ്കൾ ആദ്യ സമർത്ഥനാണ്, സംശയമില്ല. നടൻ ഇത്തരം തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഒരു റിഫ്ലക്സ് ഉണ്ടായതാണ്. ഉറപ്പായിട്ടുണ്ടാവും. ഒരാൾ പുറകിൽ നിന്ന് വന്നാൽ പോലും അറിയും.
പോലീസുകാരൻ്റെ കയ്യിൽ പുറകിൽ വടിയുണ്ടായിരുന്നു. ഞാൻ ചെന്നിറങ്ങുമ്പോൾ പോലീസുകാരൻ്റെ പുറകിൽ ഓടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അയാൾ മദ്യപിച്ചിട്ടാണോ ഭ്രാന്തനാണോ എന്നറിയാതെ പോലീസ് അവിടെ ജീപ്പിൽ കിടന്ന പോലീസുകാരൊക്കെ ഓടി പുറകെ വന്നു. പിന്നെയാണ് ചാനലിൻ്റെ ക്യാമറ കണ്ടപ്പോൾ പിന്നെ അവർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. സത്യത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ഭരണകൂടം പോലും മാവോദി എന്ന് പറഞ്ഞ് വെടിവെച്ചു തന്നെയാണ്. അല്ല, താങ്കളുടെ സംരക്ഷണം ഒരുപക്ഷെ ഈ ക്യാമറകളായിരിക്കാം. ഉറപ്പായിട്ടും ഈ ചാനലുകളെ കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉറപ്പായി ഇത് അത്ര ചെറിയ മുതലല്ല, ഇതൊരു മുന്തിയ ഇനമാണ്. അതെ, അത് ഉറപ്പാണ്. ഈ മീഡിയ തന്ന ഒരു സംരക്ഷണത്തിൽ തന്നെയാണ് എൻ്റെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു രാജവെമ്പാലയാണ് ഇവിടെ ആടാൻ പോകുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഈ കമലുമായി ബന്ധപ്പെട്ട വിവാദം താങ്കളുടെ എത്തിയപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നിയതാണോ, അതെയോ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് താങ്കൾക്ക് നേരത്തെ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നോ? അങ്ങനെ ഒരു വിശദീകരണം തരാൻ എനിക്ക് പറ്റില്ല. അത് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല. ഞാൻ ലൊക്കേഷനിൽ എൻ്റെ കൂടെ രാജീവ് രവിയുണ്ട്, പോത്തനുണ്ട്, ഭഗതുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ എനിക്ക് വാർത്ത റൂമിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് റിയാക്ട് ചെയ്യണം. ഇങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ല. ഇത് നാട് കടത്തി കളയാന്നൊക്കെ പറഞ്ഞ ഒരാളെ കമാലുദ്ദീൻ എന്ന് പേര് പറയുക, എന്ന് മതത്തിൻ്റെ പേരിൽ വേറൊരാൾ, അതും ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നേതാവിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. അത് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മൈലേജ് ആകാം, പക്ഷെ ആ ഒരു മുട്ടുപിന്ന് പോലും നമ്മൾ സൂക്ഷിക്കണം. ആ തരുന്ന മുറിവ്, ആ മുട്ടുപിന്ന് വലുതാവും. അത് നമ്മൾ ആ മുട്ടുപിന്ന് കുത്താതിരിക്കാൻ കേരളത്തിലെങ്കിലും ശ്രദ്ധ വന്നില്ലെങ്കിൽ കേരളം തന്നെ ഇല്ലാതായി പോകും. പതിറ്റാണ്ടുകളായി കേരളം ആർജിച്ച നന്മ അല്ലെങ്കിൽ മാനവികതയായിരിക്കും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നു. വരട്ടെ, അലൻസിയറോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം ഇപ്പോൾ സിനിമ ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ല, കാരണം ഒരുപാട് കാലം ഇത്തരം നാടകങ്ങളും പ്രതിഷേധ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിരുന്ന ആളാണ് അലൻസിയർ. ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് കാലത്തെ നാടക പ്രവർത്തനം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അലൻസിയറിന്. ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച നടൻ മാത്രമല്ല, താരം കൂടിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ആ നാടക പ്രവർത്തനം നടക്കുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഈ നാടക പ്രവർത്തനവും അഭിനയവും ഒക്കെ മതി, വേറെ വല്ല പണിയും നോക്കാം എന്ന് വിഷമത്തോടെയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു കാലഘട്ടത്തിൽ, മുമ്പുള്ള കാലഘട്ടത്തിൽ? സ്വാഭാവികമായും അത്തരം ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് വിട്ടുപോകാനല്ല, നാടകം ചെയ്യുക എന്നുള്ളത്, അഭിനയിക്കുക എന്നുള്ളത് അതൊരു പാഷനായിരുന്നു. നാടകം എന്നുള്ളത് അത്ര ലുക്രേറ്റീവ്, ലാഭകരമായിട്ടുള്ള ഒരു സബരിയൊന്നും അല്ല. പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും വിമിഷ്ടങ്ങളും അനിശ്ചിതത്വമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥിരം തൊഴിലായിട്ട് തന്നെ കാണാനും കഴിയില്ല. ദീർഘകാലം താങ്കളിത് ആ വണ്ടി ഉന്തി നടന്നു. അപ്പോൾ ഈ ഉന്തി നടക്കുമ്പോൾ ഇവരെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് പാർക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. പാർക്ക് ചെയ്യണമെന്നല്ല, ഞാൻ വളരെ പേഴ്സണലാണ് ആ സാധനം. എൻ്റെ ജീവിതത്തിൽ അവൻ ചോദിച്ചത് വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യമാണ്. ഞാനിങ്ങനെ പ്രേമിക്കുന്ന കാലത്ത് എൻ്റെ ഭാര്യ, ഇപ്പോൾ എൻ്റെ ഭാര്യ സുശീല ജോർജ്, ശാന്തി എന്ന് പറയുന്നത്. സുശീലനെയാണോ പ്രേമിച്ചത്? അതെ, ആദ്യവും അവസാനവുമായിട്ട്? അല്ല, പ്രേമം ഒരുപാടുണ്ടായിരുന്നു. സുശീല എത്രാമത്തെ പ്രണയമായിരുന്നു? എണ്ണമില്ല. എണ്ണമറ്റ പ്രണയങ്ങൾക്ക് ഒടുവിലുണ്ടായതാണത്. അതെ, ഓക്കെ, സുശീല എങ്ങനെ കുടുക്കി എടുത്തെന്നാല്? സുശീല എങ്ങനെ കുടുക്കിയെന്നാണോ? സുശീല എന്നെ കുടുക്കിയ അല്ല, ഈ ഒരുപാട് പ്രണയിച്ച ആളെ കൊടുക്കണമെങ്കിൽ അവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള പ്രണയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ഇങ്ങനെ വിട്ടുപോയതാണ്, പാസീവായിരുന്നു. അതാണ് എൻ്റെ ഒരു സങ്കടവും. ഞാൻ ഇവരെയൊക്കെ ഇപ്പോഴും പ്രേമിക്കുന്നുണ്ട്. ശാന്തി അറിയണ്ട, അല്ല, അവളോടും പറയാറുണ്ട്. പറഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത്. അപ്പോൾ അവളോട് ഞാൻ ഈ പ്രണയകാലത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു ഡിഗ്രി PG കഴിഞ്ഞാൽ ചിലർ ഡോക്ടറായിട്ട്, എഞ്ചിനീയറിംഗ്, സർക്കാർ ഉദ്യോഗം, PSCയിലെ ടെസ്റ്റ് എഴുതി പോകും. ചിലർ 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ. തോറ്റവന്റെ ആശ്രയം ഗൾഫാണ്. അങ്ങനെ ഒറ്റ പോക്കാം. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ 2 പണിയും ഞാൻ ചെയ്യില്ല, ഞാൻ മരണം വരെ അഭിനയിക്കും. അതിന് സമ്മതമാണെങ്കിൽ, അതിൻ്റെ ബാധ്യതകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കാം, എന്നോടൊപ്പം ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അത് അവൾ സമ്മതിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടാണ് താങ്കൾ പ്രണയം ആരംഭിച്ചത്. അതായത് ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നൽകുന്നതിന് പകരം ഭാവിയെക്കുറിച്ച് ഒരുപാട് ഭയപ്പെടുത്തലാണ് താങ്കൾ ഭാര്യയ്ക്ക് നൽകിയത്. ഭാര്യയെ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താണ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കൊരു വരുമാനവും ഒരു സാമ്പത്തികമായ സുരക്ഷിതത്വം വേണം. അതിനുവേണ്ടി ഒരുപാട് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോട്ടൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്. ഒരു ഭർത്താവെന്നുള്ള നിലയിൽ അലൻ വളരെ കെയറിങ്ങും ലവിങ്ങുമാണ്. എന്നെയും കുട്ടികളെയും വളരെ നന്നായിട്ട് ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൈസയല്ല പ്രധാനം. അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി തോന്നിയിട്ടുണ്ട്. കാരണം പൈസയ്ക്ക് വേണ്ടിയല്ല ഒരിക്കലും എന്ത് കാര്യത്തിലും
ഇടപെടുന്നത്. ആ ഇടപെടുന്ന ജോലിയിൽ എപ്പോഴും ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കും. ആ ഒരു സ്വഭാവം എനിക്കിഷ്ടമാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചൊരു ഡയലോഗാണ്. എഴുതി കൊടുത്തതല്ലല്ലോ, സ്ക്രിപ്റ്റ് കൊടുത്ത. ഇതുപോലെ രസകരമായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഞാൻ എം.വി. സുകുമാരൻ നായരുടെ ജലാംശം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അതെ നിങ്ങളുടെ ഭാര്യ ഇന്ന് പള്ളിയിൽ ഭയങ്കര അത്ഭുതം കാണിച്ചു. ഞാൻ ചോദിച്ചത് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിലുള്ള ഭർത്താക്കന്മാർ വേണം എന്നാഗ്രഹിക്കുന്ന ഭാര്യമാർ കൈപൊക്കാൻ. ആകെ ആ പള്ളിയുടെ അകത്ത് കൈപൊക്കി നിങ്ങളുടെ ഭാര്യ മാത്രമാണ്. എന്തൊരു അത്ഭുതം, എല്ലാവരും അന്തം വിട്ടു. ഇവനെ തന്നെ ഇനിയും വേണോ എന്നാണ്. അപ്പോൾ ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു, ദൈവം ഇതെന്താണിത്, ഇതാണ് നിങ്ങളുടെ അലൻസറി, നിങ്ങളുടെ രൂപം തന്നെ വേറെയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഞാനുണ്ടായിരുന്ന അവളുടെ കൈവെട്ടിയനെ, ഇനിയും എന്നോടൊപ്പം ജീവിക്കാൻ അടുത്ത ജന്മത്തിൽ ഇവൾ എന്നെ വിടൂലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഞാൻ അവളോട് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ സത്യമായിട്ട് നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണോ പൊക്കിയത്? അപ്പോൾ അവൾ എന്നോട് തിരിച്ചു പറഞ്ഞു, എനിക്ക് മാറിപ്പോയതാ, വേണ്ടാന്ന് പറഞ്ഞാ. ചോദ്യം മാറിപ്പോയി. ചോദ്യം മാറിപ്പോയിട്ടാണ് ഞാൻ കൈപൊക്കിയത്. ഭാര്യ രസീത്തിയാണ്, ഭയങ്കര സരസയാണ്. മക്കളും അതുപോലെ തന്നെയാണ്, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരാണ്. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആരായിരുന്നു ആദ്യം പ്രണയിച്ചത്? ശാന്തി പ്രണയിച്ചോ അതെയോ അലൻസറാണോ ആദ്യം? അത് അങ്ങനെ കണ്ണെറിഞ്ഞത് ആരാണ്? ഞങ്ങളിങ്ങനെ ഉമ്മ കൊടുക്കാൻ വേണ്ടി പ്രണയിച്ചൊന്നുമല്ല. അല്ല, അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷനേ അല്ലായിരുന്നു. അതങ്ങനെ സംഭവിച്ചാണ്. ഇന്ന് നാടകം കളിക്കുന്നവരൊക്കെ ഉമ്മ കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ. ഉമ്മ പിള്ളേരുണ്ട്. ആരോ പറഞ്ഞ പോലെ ശരീര നിബദ്ധമായിട്ടുള്ള പ്രണയമായിരുന്നില്ല, താങ്കളുടെ മാനസിക വികാരത്തെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തിയതിനുള്ള ഒരു ആശ്വാസമായിരുന്നു. ഉറപ്പായിട്ടും. ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല, എൻ്റെ ജൂനിയറാണ്. ജൂനിയറാണ്. എൻ്റെ അയൽക്കാരിയാണ്. എൻ്റെ വീടിന് ഒരു 3 വീടിന് ഇപ്പുറമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കുരുത്തക്കേടുകളും അവർക്ക് അറിയാമായിരുന്നു? തീർച്ചയായിട്ടും. അതെ. കുരുത്തക്കേട് അങ്ങനെ എനിക്ക് അധികം കുരുത്തക്കേട് ഇൻവെർട്ടർ കോമല ഉപയോഗിച്ച്. അതെ, എൻ്റെ എല്ലാ ഭ്രാന്തികളും അറിയാമായിരുന്നു. അത് എന്തോ എനിക്ക് എന്തോ ഒരു നിമിത്ത ഭാഗ്യം, എൻ്റെ ഭാഗ്യവും എൻ്റെ ഞാൻ മുൻജന്മം ഉണ്ട്. 2 മക്കളല്ലേ? 2 മക്കളാണ്. 2 മക്കളും ഭാര്യയെ കൂടെ കൂടുമ്പോൾ നല്ല തമാശ വട്ടമാണോ വീട്ടിൽ? ഞാൻ അതെയോ ഗൗരവക്കാരനാണോ? ഞാൻ ഇടയ്ക്ക് ഗൗരവക്കാരനാവും, എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാവും. ഇടയ്ക്ക് ഞാൻ തമാശക്കാരനാവും. അവന്മാർ തന്നെ ആക്ഷേപവും പരിഹാസവും വിമർശനവും കൂടുമ്പോൾ ഞാൻ ഒരു അച്ഛനായി മാറും. ശ്രമിക്കും. എൻ്റെ ഒരു സിനിമ കാണാൻ പോയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻ്റർവെല്ലായപ്പോൾ മകൻ പറഞ്ഞു, ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ മകൻ പറഞ്ഞു, കുനിഞ്ഞിരുന്നു പുറത്തോട്ടിറങ്ങരുത്, മൂത്രമൊഴിക്കാനൊന്നും പുറത്തോട്ടിറങ്ങരുത്, ഇടി ഞങ്ങൾക്കും കിട്ടും. ഞാൻ ഇവന്മാരെ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഇവന്മാരുടെ കയ്യിൽ നിന്ന് ആ അച്ഛൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു, ഭയങ്കര ഷൈൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു വിചാരിച്ചാൽ കൊണ്ടുപോയത്. അവൻ കുനിഞ്ഞിരുന്നു എന്നാ പറഞ്ഞത്, ഇടിയിട്ടുന്ന. അത്തരം വിമർശനങ്ങളാണ് മക്കൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് മാത്രമേ, വേറെ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇല്ല. വരട്ടെ. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമയിലെത്തിയത്. അപ്പോൾ അതുപോലെ തന്നെയാണോ മക്കളും വളരെ കഷ്ടപ്പെട്ട് തന്നെ സിനിമയിലേക്ക് വരണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത്? അവന്റെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഇരുതല വാഴ പ്രയോഗം. എന്താ കാരണം വെച്ചാൽ ഇയാള് നമ്മളെ ഒന്നും സഹായിക്കാനുള്ള പരിപാടി ഇല്ലേ? ആ ചോദ്യത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. അവനിപ്പോ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ തിരുവനന്തപുരം ജില്ലയിൽ അവൻ ബെസ്റ്റ് ആക്ടറായിട്ട് അവൻ ഹയർ സെക്കൻഡറി മത്സരത്തിൽ സമ്മാനം കിട്ടി, നല്ല നടനായി തിരഞ്ഞെടുത്തു. അപ്പോൾ കാസർഗോഡ് ഇവൻ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മകൻ്റെ ഒരു ഫോട്ടോ, അച്ഛനുമായിട്ടുള്ളൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതവൻ ഇങ്ങനെ കളിച്ചോട്ടെ, ഇത് വലിയ വാർത്താക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു ജില്ലാ മത്സരത്തിലൊരു സമ്മാനം മാത്രമേ. നമ്മൾ വലിയ നടത്തിട്ട് പോലും പത്രത്തിൽ വന്നിട്ടില്ല, പിന്നെയല്ലേ ഇതില്ല കാര്യമില്ല, ഇതൊന്നും അല്ല വലിയ വാർത്ത എന്ന് ഞാൻ ചാനലുകാരോടും പത്രക്കാരും വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ പറഞ്ഞു ഇവൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഇവൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ ഇവൻ കാസർഗോഡേക്ക് വരികയാണ് ആ ദിവസം. നാടകം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് കുടുംബസമേതം കാസർഗോഡേക്ക് വരുന്നു, ഭാര്യയും മക്കളും. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ചാനലുകാർ വിളിക്കും, ആവശ്യമില്ലാതെ പബ്ലിസിറ്റിക്ക് നിന്ന് കൊടുക്കണ്ട, ഫോട്ടോ ഒന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ചുരുക്കാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞങ്ങളും കഷ്ടപ്പെടണമെന്നല്ല, നമ്മളൊരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്തൊരു സമർപ്പണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടണ്ട, പ്രശസ്തി എളുപ്പം കിട്ടും, നിങ്ങൾ ആ കാര്യത്തിൽ പ്രഗത്ഭനാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രശസ്തിയും ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂ.
ഞാനിത് കണ്ടിട്ട് താങ്കൾ ഇതിനൊരു മാർക്ക് കൊടുക്കണം. എത്ര മാർക്ക് ഞാൻ കൊടുക്കും? നിഷ്പക്ഷമായിട്ട് കൊടുക്കണം എന്ന് വരട്ടെ. ഈ തെരുവിനൊരു ചരിത്രമുണ്ട്, അതിജീവനത്തിന്റെ ചരിത്രം. അതൊക്കെ മറന്ന് വലിയ വലിയ കമ്പനികളുടെ പണക്കിലുക്കത്തിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടവരല്ല ഈ പുത്തൻ തെരുവുകാർ. പണത്തിനും അധികാരത്തിനും മുന്നിൽ നമ്മുടെ കാരണവർ ഒരിക്കലും തലകുനിച്ചിട്ടില്ല. നിങ്ങൾ മറന്നു കാണും, നമ്മുടെ കാരണവർ ചങ്ങാരൻ അനന്തനും ചങ്ങാരൻ ചിരുതയും രചിച്ച വീരഗാഥകൾ. 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 6 കൊടുക്കാം. 6 കൊടുക്കാം. നിങ്ങളെപ്പോലെ എന്താ പറയുക, മകനൊന്ന് നന്നായിട്ട് അധ്വാനിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് 6 മാർക്ക് കൊടുത്താൽ 6 മാർക്ക് വലിയ മാർക്ക് തന്നെയാണ്. അപ്പോൾ അവന് ഭാവി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ഈ മൂത്തവനെ കൊണ്ടുവന്നിട്ട് രണ്ടാമത്തിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അതൊരു കുടുംബകലം ഉണ്ടാവുമോ? അല്ല, അവനാണ് കുറെ കാലം ഇങ്ങനെ ഈ രാജീവ് രവിയുടെ സ്റ്റീവ് ലോപ്പസ് കാരണം തിളങ്ങി നിന്നത് സ്കൂളിലൊക്കെ. അവന്റെ പേരില ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ് രാജീവ് രവി സിനിമ ഉണ്ടാക്കിയത്. ആ സിനിമയിൽ ഫർഹാനായിരുന്നു നായകൻ. അവന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ ജീവിതത്തിലും സിനിമയിലും സ്റ്റീവ് ലോപ്പസിന്റെ അപ്പനെ പറ്റിയ ഭാഗ്യം. സിനിമയിൽ അഭിനയിക്കാതെ തന്നെ അഭിനയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവനാണ്. വരട്ടെ എന്നല്ല, അച്ഛൻ അറിയാതെയായിരുന്നു ഞാൻ ഈ ചേട്ടൻ നീന്തൽ പഠിച്ചത്. ഇതറിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് തോന്നി? അത് കറക്റ്റാണ്. അതായത് ഒരുമാതിരിപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നത് നിങ്ങളുടെ അറിവില്ലാതെയാണ്. അത് നീന്തൽ എന്ന് പറയുന്നൊരു സാധനം, ഞങ്ങളുടെ സ്ഥലം പുത്തൻതോപ്പ് കടപ്പുറമാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ജയ്ഹിന്ദ് ഗ്രന്ഥശാല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രന്ഥശാലയാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഗ്രന്ഥശാലയാണ്. സുഭാഷ് ചന്ദ്രബോസിനോട് ഇഷ്ടം തോന്നിയിട്ട് ഇവിടെ നിന്ന് അന്ന് തൊഴിൽ തേടിപ്പോയ ആ നാട്ടിലുള്ള അന്നത്തെ ചെറുപ്പക്കാരുണ്ടാക്കിയ ഗ്രന്ഥശാലയാണ്. അത് നിങ്ങൾ ആ വായനശാല അന്നുണ്ടാക്കിയത് അന്നത്തെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും, അന്ന് ആളുകൾ ഓലക്കുടിലൊക്കെ താമസിക്കുന്ന കാലമായിരിക്കണം. ആ കാലഘട്ടത്തിലാണ് ഒരു വായനശാല ഓടിട്ട വലിയൊരു നല്ലൊരു ബിൽഡിംഗ് ഈ 46 കാലഘട്ടത്തിൽ ഉണ്ടാക്കി. അപ്പോൾ അവർക്കുള്ള ദേശസ്നേഹം, അവർ ഇട്ട പേര് ജയ്ഹിന്ദ് എന്നാണ്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള ഈ അലൻസിയറും സേവിയറും സ്റ്റാലിനും അഡോൾഫും മുസോളിനിയും ഒക്കെ ഉള്ള സ്ഥലത്താണ് ജയ്ഹിന്ദ് എന്ന പേര് വരുന്നത്. എന്നിട്ടാണ് നിങ്ങളെ ചില ആൾക്കാർ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്. അതെ, അവരേക്ക് അവിടെ കൊണ്ടുവന്നൊരു ടൂർ നടത്തി കാണിച്ചു കൊടുക്കണം. ഞങ്ങളൊന്നും അവിടെ ആ വായനശാലയ്ക്ക് സെയിന്റ് ഇഗ്നീഷ്യസ് എന്നോ സെയിന്റ് ലെയോളോ എന്നോ ഒന്നും അല്ല പേരിട്ടത്, സെയിന്റ് സേവിയർ എന്നോ ഒന്നല്ല പേരിട്ടത്, ജയ്ഹിന്ദ് എന്നാണ്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ നാടകം കണ്ടു തുടങ്ങുന്നത്. അവിടുത്തെ നാടക മത്സരമാണ് എന്നെ രൂപപ്പെടുന്നത്. അവനൊരു ചോദ്യം കൊണ്ടും, അതായത് വിട്ടുപോകരുത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ ഭയങ്കര ഈ സേഫായിട്ട് വളർത്താൻ ശ്രമിച്ചതിന്റെ കർക്കശക്കാരനായിരുന്നു. കർക്കശക്കാരൻ, എന്നെ പള്ളിയുടെ ആളായിരുന്നു, തികഞ്ഞ കോൺഗ്രസ്സുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. മദ്യവിരുദ്ധ പ്രവർത്തകനായിരുന്നു. ചുവപ്പ് കൊടി കണ്ടു കഴിഞ്ഞാൽ കീറിക്കളയുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചുവപ്പ് കൊടി അന്നത്തെ കാലത്തൊന്നും ചുവപ്പ് കൊടി പള്ളിയുടെ ഈ ജംഗ്ഷനിലോ ഒന്നും കെട്ടിക്കഴിഞ്ഞാൽ ഈ എൻ്റെ അച്ഛൻ ചെന്നിട്ട് അത് പൊട്ടിച്ചു കളയും. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശീയത ഇല്ലെന്നാണ് അന്നത്തെ പള്ളിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും തോന്നിയിരുന്നത്. അതുകൊണ്ടാവും അന്നത് കീറിക്കളയുന്നു. അത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷ അനുഭാവിയായി വരുന്നതും മാറുന്നതും. ഇതിനൊക്കെ കലഹിച്ചിട്ടാണ്, വീട്ടിലെ കലഹം തുടങ്ങിയിട്ടാണ് ഞാൻ പുറത്തെ കലഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വളർത്തുന്നത് ഭയങ്കര സുരക്ഷിതമായിട്ടാണ്. എനിക്കൊരു അനിയൻ, എൻ്റെ ഒരു അനിയൻ എന്ന് പറയുന്നത് അവനിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ പേര് നിക്സൺ എന്നാണ് സ്കൂളിലെ പേര്. റിച്ചാർഡ് നിക്സൺ എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ അച്ഛൻ്റെ അനുഭവം എവിടേക്കാണെന്ന് മനസ്സിലാവുമല്ലോ. അതിൻ്റെ ഒരു ഇത് കിട്ടി എനിക്ക്. അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അനിൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിനകത്തിങ്ങനെ സുരക്ഷിതമായി വളർത്തുക എന്നുള്ളതാണ്. പുറത്ത് കളിക്കാൻ വിടുന്നത് വളരെ കുറവാണ്. തൊട്ടടുത്ത് കടലുണ്ടെങ്കിൽ പോലും എനിക്ക് ഇന്ന് നീന്തൽ അറിയില്ല. ഇപ്പോഴും അറിയില്ല. ദൈവമേ, കടപ്പുറത്ത് ജനിച്ചിട്ട് നീന്തൽ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. കരയിൽ നീന്തുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ കടലിൽ കുളിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ബാല്യം, എൻ്റെ സുഹൃത്തുക്കൾ കൂടെ ഉള്ളവരൊക്കെ കടലിൽ കുളിക്കുകയും ഇങ്ങനെ ആ മണ്ണിലോടി പന്ത് കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും ഞാൻ വീട്ടിനുള്ളിൽ പുസ്തകങ്ങളും ഈ ട്യൂഷൻ മാസ്റ്റർമാരുമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക്, ഞാനും അനിയനും. അത് ചിലപ്പോൾ എന്നെ രൂപപ്പെടുത്തിയതുപോലെ തന്നെ ആയിരിക്കും ഞാൻ മക്കളോടും കടലിലിറങ്ങാൻ പോകുന്നപ്പോൾ എനിക്കും ഭയം തോന്നാറുണ്ട്. ഇപ്പോൾ നീന്തൽ അറിഞ്ഞുകൂടാതെ കടലിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് കടലിനെ ഭയപ്പെടുത്തി എന്നെ വളർത്തിയതുകൊണ്ടാകാം മക്കൾ. അതുകൊണ്ടായിരിക്കാം മക്കൾ നിങ്ങളോട് പറയാതെ പോയത്. അതെ, അവര് രണ്ടുപേരും പോയി നീന്തൽ പഠിച്ചു എന്നാ പറയുന്നത്. അതെ, രണ്ടുപേരും പോയി പഠിച്ചു എന്ന് പറയുന്നത്. അവർ പോയത് ഇറ്റലിയിലൊരു വെക്കേഷൻ, എൻ്റെ ഭാര്യയുടെ കസിൻ്റെ സ്ഥലത്തേക്ക് ഇറ്റലിയിൽ വെറോനയിൽ പോയിട്ട് അവരവിടെ ഒരു 2 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ വെക്കേഷനിൽ അവരവിടെ നീന്തൽ പഠിച്ചു വന്ന് തിരിച്ചു വന്നിട്ടൊരു ക്രിസ്മസിന് അവർ കടലിൽ നീന്താൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവന്മാർക്ക് നീന്തൽ അറിയാമെന്ന്. അച്ഛൻ്റെ അടുത്തുനിന്ന് ദൂരെ മാറി നിന്നപ്പോൾ അവന്മാർ പല വിദ്യകളും പഠിച്ചിരിക്കുന്നു.
അപ്പോൾ യഥാർത്ഥത്തിൽ പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം നൽകേണ്ടതാണല്ലേ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും പക്ഷെ താങ്കളുടെ DNA സ്വഭാവത്തിൽ അച്ഛൻ പ്രദാനം ചെയ്ത അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് താങ്കളെ ഇങ്ങനെ, ശരിയല്ലേ? ഇപ്പോൾ ഈ മക്കളൊക്കെ താങ്കളുടെ കാലി പിടിച്ച് വലിക്കുമല്ലോ? പുള്ളിയൂരിലേക്ക് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും നർമ്മം കൊണ്ട് താങ്കളെ വറക്കുകയും ചെയ്യല്ലോ. അപ്പോൾ ഒരു ദുർകാരണവരുടെ രൂപം വരും ഇടയ്ക്ക്, മിണ്ടിപ്പോരെന്നൊക്കെ പറയും. ഇല്ല, അങ്ങനെ വരാറില്ല. പക്ഷെ ദേഷ്യം അഭിനയിക്കും. അത് ചില സമയങ്ങളിൽ കാണിക്കും. അത് നമ്മൾ, എൻ്റെ അച്ഛൻ ഏറ്റവും സ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നത് എനിക്ക് മക്കളുണ്ടായതിനു ശേഷമാണ്. ഞാൻ മക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് മക്കളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് ഞാൻ എൻ്റെ ഉത്കണ്ഠ. അത് തന്നെയായിരുന്നു എൻ്റെ അച്ഛനും എന്നോട് കാണിച്ചതെന്നുള്ളത് തിരിച്ചറിയുന്നത് എനിക്ക് കുട്ടികളുണ്ടായതിനു ശേഷമാണ്. അലൻസിയർ ഒരു കർക്കശക്കാരനായ പിതാവിൻ്റെ പരിരക്ഷയിൽ വളർന്നെങ്കിൽ പോലും ആ കാലത്ത് ചെയ്യാൻ കഴിയുന്ന പല പല കുതന്ത്രങ്ങളും താങ്കൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. നോക്കട്ടെ, ഒരാൾ പറഞ്ഞു. പണ്ട് നമ്മൾ ഒരു ഓണക്കാലത്ത് കാട്ടാക്കട ഒടുവിൽ കിടന്ന ഓർമ്മയുണ്ടോ? കാട്ടാക്കട ഒരു ലോഡ്ജിൽ നമ്മൾ 3 പേരും, ഞാനും അലൻസിയറും അമ്പിളിയും, അന്ന് മണച്ചാക്കിനെതിരെ സമരം നടത്തി. അവസാനം വഴക്കായി, കേസായി, ജാമ്യമില്ലാത്ത കേസായി. നമ്മൾ ഓണക്കാലത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഓണം പട്ടിണിയിലാണ് തുടങ്ങുന്നതെങ്കിലും അവസാനം 7 വീട്ടിലെ പായസവും 7 വീട്ടിലെ ചോറും, അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഓണമായിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അലൻസിയർ അതിനിടയ്ക്ക് ഒളിവിലും പോയാ? ക്രിമിനൽ പുള്ളിയായി? അല്ല, വാസ്തവത്തിൽ എനിക്ക് ഇപ്പോഴും നിലവിൽ ആറ്റിങ്ങൽ കോടതിയിൽ 2 കേസുകളുണ്ട്. ഉണ്ട്. അത് പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇതിക്കാര്യം ദേശസ്നേഹികൾ അറിയണ്ട കേട്ടോ, അവർ പിടിക്കുന്നില്ല. അലൻസിയർ ക്രിമിനൽ പുള്ളിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മൂപ്പർ ആ രംഗങ്ങളൊക്കെ ഓർമ്മ വെക്കുന്നുണ്ട് കേട്ടോ താങ്കളുടെ സുഹൃത്തിനടുത്ത്. അല്ല, കൂട്ടുപ്രതിയാ. മറക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ കോടതിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് എന്നെ കിട്ടാറില്ല. അപ്പൊ നമ്മൾ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവണം. അപ്പൊ പുള്ളി മറ്റേ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അപ്പൊ പുള്ളിക്ക് അത് മറക്കാൻ പറ്റില്ല. ഞാനും കൂടെ ചെന്നാൽ ഇനി കേസ് തീരും. അതൊരു നല്ല കാലമായിരുന്നു. വാസ്തവത്തില് ജനാധിപത്യ കാലത്തിൽ ഒളിവിൽ താമസിക്കുക എന്ന് പറഞ്ഞത് നല്ല രസമുള്ള കാര്യമാണ്. കുറച്ചു കാലം വീട്ടിൽ നിന്ന് മാറിയിരിക്കാം, വേറൊരു സ്ഥലത്ത് വേറൊരു മനുഷ്യരെ കാണാം. അന്ന് ആ ഒളിവിൽ താമസിക്കുമ്പോൾ ഏതോ ഒരു കുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു, സംശയമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. വെറുതെ പറഞ്ഞല്ലേ? ചുമ്മാ കാല് വലിക്കാൻ വേണ്ടി ഒരു സാധ്യതയില്ല. ഒളിവ് കാലത്ത് പ്രണയിക്കാൻ ഞാൻ അങ്ങനെ അത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു വിഷമമൊന്നും ഇടതെഞ്ചിലുള്ള പോലെ തോന്നുന്നില്ല. അത് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഭാര്യയായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഫോൺ ചോർത്തുന്ന കേസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, വരട്ടെ. അലൻസിയറിൻ്റെ ഓർമ്മയുണ്ടോ? പണ്ട് വർഷങ്ങളോളം തന്നെ എൻ്റെ അടുത്ത് കാശ് കടവും ചോദിച്ചുകൊണ്ട് വന്നിരുന്ന അവസരങ്ങൾ. ഞാനത് തരമ്പഴൊക്കെ ഒരു കാര്യം നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. ഈ 30-ാം തീയതിക്കുള്ളിൽ അലൻസിയർ കാശ് ഇവിടെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അലൻസിയറിനെ വിടില്ല. ചില ദിവസങ്ങളിൽ അലൻസിയറിന് ആ 30-ാം തീയതിക്കുള്ളിൽ തരാത്തതിന് ഞാൻ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അലൻസിയർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്ന് ആരുടെയെങ്കിലുമായിട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഈ ഇൻട്രസ്റ്റിന് തന്നെ പൈസ കടം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൊണ്ടുവന്ന് 30-ാം തീയതിക്കുള്ളിൽ പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും വന്ന് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പറയാനുള്ളത്, അലൻസിയർ ഈ നാടിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഈ കടലോര മേഖലയുമായിട്ടുള്ള മക്കൾക്ക് അവരുടെ കലാപ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ വേദികളിൽ എത്തിക്കുന്നതിനും അവർക്ക് ആത്മവിശ്വാസം കലാകാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലൂടെയും ഇന്ന് നാട്ടുകാർക്കും ചെയ്തിട്ടുള്ള കലാപരമായ സേവനങ്ങൾക്ക് ഒരിക്കലും അലൻസിയർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റെമ്യൂണറേഷൻ തരാനായിട്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നും അലൻസിയറിനോടുള്ള ആ കടപ്പാട് എന്നും ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ നാട്ടിലെ അച്ഛനാണ് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പൈസ അദ്ദേഹം ജസ്യൂട്ട് പാതിരിയാണ്. അദ്ദേഹം ഒരു നാടക സ്നേഹിയാണ്. അവർ കുറെ കൂടെ ലിബറലാണ്. ഈശോസഭക്കാർക്ക് കുറച്ച് നമ്മുടെ ഇടവകയിൽ ഭരിക്കുന്നവർക്ക് പോലെ അത്ര അധികാര സ്വഭാവം ഒന്നും അവർ കാണിക്കാറില്ല കുഞ്ഞാടുകളോട്. മറ്റത് നമ്മുടെ സാധാരണഗതിയിലും ഉള്ള കുരുത്തക്കേടുകളൊക്കെ അംഗീകരിച്ചിരുന്നവരാണ്. അവർക്കും അത്തരം കുരുത്തക്കേടുകളുണ്ട്. അവരും നമ്മുടെ കൂടെ വരും. അപ്പോൾ ഈ നാടകം എന്നെ ഒരുപാട് തവണ സെന്റ് സേവിയേഴ്സ് കോളേജിലും ആ പരിസരങ്ങളിലുള്ള നാടക പ്രവർത്തനങ്ങൾക്കൊക്കെ തെരുവ് നാടകം കളിക്കാനും ഒക്കെ ഇദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ഇടവകയിലിരുന്ന് പിന്നെ പള്ളിയിൽ പൂജ പറയുകയും കുമ്പസാരം കൊടുക്കുകയും ചെയ്യുന്നതിനപ്പുറം മനുഷ്യരോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് ഈശോസഭ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ സാധാരണ താങ്കളുടെ പള്ളി വികാരികളോടൊന്നും താങ്കൾക്ക് അത്ര വലിയൊരു പരിഗണന ഉണ്ടായിരുന്നില്ല. സെമിനാരി ജീവിതം പോലും ഞാൻ നയിച്ച ഒരാളാണ്. 1 വർഷം പോലും തയ്ച്ചിട്ടില്ല. അതെൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പാതിരിമാരോടും സഭയോടും കലഹിക്കുമ്പോൾ പോലും ഈ ദാസപ്പച്ചനെ പോലെയുള്ള ഈശോസഭയിൽ നിന്നുള്ള സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഒരുപാട് അച്ഛന്മാർ, സണ്ണിയച്ഛൻ, ഇദ്ദേഹത്തിന് മുമ്പ് വരുന്ന പ്രിൻസിപ്പള്,
അപ്പോൾ അവരൊക്കെ എന്നെ അറിയുകയും ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനൊരു ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ട്. താങ്കളുടെ മനസ്സിലുള്ള വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും. അലൻസിയറേ പള്ളിയിൽ ചെറുതിലേ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു മോനെ. അപ്പോൾ അന്നേരം അവനെ കൊണ്ടാണ് ഈ ജപമാല പഠിപ്പിക്കുന്നത് വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നോടിൽ അവൻ തന്നെ അച്ഛൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് അവന് സെമിനാരി പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാലും മോൻ്റെ ഇഷ്ടമല്ലേ പോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പോഴവൻ ഇവിടെ സ്കൂളിൽ പോയിട്ട് വന്നാലുണ്ടല്ലോ ഒന്നും കഴിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മ നിർബന്ധിച്ച് അവന് ചോറ് വാരി കൊടുക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒന്നും കഴിച്ചില്ലായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞ് അതൊരു വാക്ക് പറഞ്ഞെങ്കിൽ മതിയായിരുന്നല്ലോ, അവന് വാരി കൊടുക്കുന്നതാണ്. അപ്പം ഞാനവിടെ ആരെങ്കിലും ഇടപാട് ചെയ്യുമായിരുന്നു. അമ്മ വളരെ നർമ്മമുള്ള ആളാണ്. അമ്മയുടെ നർമ്മമൊക്കെ ഒരുപാട് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അമ്മയൊക്കെ വലിയ കർക്കശക്കാരിയായിരുന്നു ഞാൻ നാടകം കളിക്കുന്ന കാലത്ത്. ഈ സെമിനാരിൽ ചെല്ലുന്ന അമ്മുമ്മ ഭയങ്കര ഭക്തയായിരുന്നു. അമ്മുമ്മ പഠിപ്പിച്ച ജപമാലകൾ ഞാനും അനിയനും അമ്മുമ്മയും കൂടി രാത്രിയൊക്കെ സന്ധ്യാനാമം ചൊല്ലുന്ന സമയം പള്ളിയിൽ മൈക്ക് വെച്ചിട്ടൊക്കെ ചൊല്ലും. എൻ്റെ ഇങ്ങനെ വർത്തമാനം പറയുന്നതിൽ എന്നെ രൂപപ്പെടുത്തുന്നതിൽ പള്ളി ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരു ആൾട്ടർ ബോയ് ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അത് ജോൺ പനക്കൽ എന്ന് പറഞ്ഞൊരു പ്രീസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പാതിരിയായിരുന്നു. അതൊരു ആർട്ടിസ്റ്റായിരുന്നു, ഒരു ചിത്രകാരനുമായിരുന്നു, വയലിനിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കലാകാരന്മാരോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ പള്ളിയിലെ നാടകങ്ങൾ, സ്കൂളിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളിലൊക്കെ ഇദ്ദേഹം വരികയും ഇദ്ദേഹം പള്ളിയിലെ സാധനങ്ങൾ, ഞാൻ മിക്കവാറും ക്രിസ്തു വേഷങ്ങൾ കെട്ടിയിട്ടാണ് പ്രച്ഛന്ന വേഷം വന്നിരിക്കുന്നത്. കുരിശും കൊണ്ട് പോവുക, വീഴുക, അടി വാങ്ങിക്കുക. ഈ പരിപാടി സ്ഥിരം കുരിശെപ്പോഴും നമ്മുടെ സൂര്യച്ച് ഭയങ്കര ഇഷ്ടമുള്ള. ഇപ്പോഴും എനിക്ക് ദുഃഖവെള്ളിയും ആ പീഡാനുഭവ പ്രാർത്ഥനകളും തിയേറ്ററാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു തിയേറ്ററിൻ്റെ സ്വഭാവമുണ്ട് ഇപ്പോഴും. കാല് കഴുകൽ മുതൽ കാലിൽ ചുംബിച്ചിട്ട് വീഞ്ഞ് പങ്കുവെച്ച് കൊടുക്കൽ, ശരീരം പങ്കുവെച്ച് കൊടുക്കൽ, അവസാനം ഉയർപ്പ് വരെ അതൊരു നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കിട്ടിയ അതിലുള്ളൊരു അഭിനയിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് താങ്കൾ കാണുന്നത്. അതെ അതൊരു അപ്പോൾ പാതിരിയാകുക എന്ന് പറയുന്നൊരു അഭിനയമായിരിക്കണം. ഇതിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ ചോദിക്കും എന്താവണമെന്നാണ് ആഗ്രഹം. ഞാൻ 2 കാര്യങ്ങൾ പറയും. ഒരിക്കലും ഡോക്ടർ, എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നിലൊരു നടനാകണം, അല്ലെങ്കിൽ ഒരു പാതിരിയാകണം. പാതിരിയാകണമെന്ന് പറഞ്ഞത് ഞാൻ കണ്ടതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു അത് ഈ ടീച്ചർമാരെ സൂചിപ്പിക്കാനും രസിപ്പിക്കാനും നല്ല പിള്ള ചമയനായിരിക്കണം. നല്ല പിള്ളേരാണല്ലോ കോൺസെപ്റ്റ്, അതായിരിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം. പിന്നെ അമ്മുമ്മ ഭയങ്കര ഭക്തയായിരുന്ന ഒരാളായിരുന്നു. അമ്മുമ്മ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അച്ഛൻ ഇതുപോലെ നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് അച്ഛനും സെമിനാരിയനാണ്. അച്ഛൻ അമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് പിന്നീട് സെമിനാരിയിൽ നിന്ന് ചാടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം, സെമിനാരി ചാടാനുള്ള പാരമ്പര്യം ഞങ്ങളുടെ രക്തത്തിലുണ്ട്. പ്രണയം നിങ്ങളുടെ കുടുംബത്തിലുള്ള വളരെ അന്തർലീനമായി കിടക്കുന്ന ഒരു വികാരമാണ്. അത് എല്ലാ മനുഷ്യർക്കും ഇല്ലേ. ഇന്നത്തെ കാലത്ത് അച്ഛൻ പ്രണയിച്ച് കഴിച്ചെന്ന് പറയുമ്പോൾ ഇനി അപ്പൂപ്പൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചില്ല. അപ്പൂപ്പൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം. അറേഞ്ച്ഡ് മാരേജിന്റെ ഒരു കാലഘട്ടമാണത്. അതെ അല്ലേ? പക്ഷെ അത് ബോൾഡായിരുന്നു അച്ഛൻ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ മനസ്സിലുള്ളത് കുറച്ചും കൂടി സ്വച്ഛന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അലൻസിയർക്ക് ആ ഒരു ഫ്രീഡം അച്ഛൻ നൽകിയിരുന്നില്ലെങ്കിൽ പോലും അത് അനുഭവിച്ചു, അല്ലെങ്കിൽ പിന്നെ താങ്കൾ ഇങ്ങനെ ആകില്ലല്ലോ. ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ എന്നോട് പറയുന്നൊരു വാക്ക്, ഞാൻ പറഞ്ഞ വഴിക്കൊന്നും നീ പോയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് തർക്കിച്ചിട്ടാണ്. എൻ്റെ കല്യാണം തന്നെയായിരുന്നു തോന്നുന്നു ഇൻസിഡൻറ്റ്. നിനക്ക് ജോലിയില്ല, അവരുടെ അവസ്ഥ വേറെ തരത്തിലാണ്. ജോലിയില്ലാതെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. എങ്ങനെ നീ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും? നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഇപ്പോൾ നിനക്ക് ഇതൊക്കെ പറയാം, പക്ഷേ ഇത് മുഴുവൻ നീ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ഇതിനൊക്കെ ഇറങ്ങണം, കല്യാണം കഴിക്കും. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. അത് പഴയ എന്തോ ഒരു എന്താണ് മരുമക്കത്തായ രീതി അവിടെ തുടരുന്നുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്നത് 8 വെട്ടുവെള്ളമാരുടെ തുറകേറ്റിയ ഏരിയയാണ് ഈ പുത്തൻതോപ്പ് എന്നാണ്. അങ്ങനെയൊക്കെയാണ് റൂബിൻ ഡിക്രൂസ് ഒക്കെ ഞങ്ങളുടെ നാട്ടുകാരായി പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ഈ പരമ്പരാഗതമായി പെണ്ണിന് ഭൂമി കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അവിടെ പോകാൻ പറ്റില്ല. എനിക്കൊരു അനിയനാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്, നീ നമ്മുടെ വീട്ടിൽ നിൽക്കണം, നിനക്ക് ജോലിയില്ല, അത് മുഴുവൻ നീ ഏറ്റെടുക്കണം. നീ പറഞ്ഞ വഴി ഞാൻ വരാം, കല്യാണം നടത്താം, പക്ഷെ ഇത് നീ ഏറ്റെടുക്കണം, നിൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ അല്ല. അതുവരെ ഞാൻ അച്ഛനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞതിൻ്റെ ധ്വനി എന്താണെന്ന്. ഇനി നീ വേറൊരാളാണ്, നിനക്കൊരു കുടുംബമാകുകയാണ്. അതെന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കുടുംബമായിട്ട് പോലും ഞാൻ കുട്ടികളുണ്ടായതിന് ശേഷം പോലും അച്ഛനോടാണ് കടം വാങ്ങിക്കാൻ ചെല്ലണം.
അച്ഛനോട് പറയാം അടുത്ത ആഴ്ച തരാം. അപ്പോൾ അച്ഛൻ പൈസ തരും, അമ്മ കാണാതെ തരും. അമ്മ കണ്ടാൽ അമ്മ ഇടയ്ക്ക് ഇടപെടും, നിങ്ങളാണ് വഷളാക്കണമെന്ന് പറയും. അമ്മ കാണാതെ അച്ഛൻ കൊണ്ട് തരും. തന്നിട്ട് അച്ഛനോട് ഞാൻ വാങ്ങിച്ചിട്ട് പറയാം അടുത്ത ആഴ്ച തിരിച്ചു തരാം. അപ്പോൾ അച്ഛൻ പറയും ആ തരുമെന്ന് എനിക്കറിയാം, അറിയാം, കൃത്യമായിട്ട് കിട്ടും, കൃത്യമായി കിട്ടുമെന്നറിയാം. അങ്ങനെ കണക്കുകളില്ലാത്ത ബന്ധമാണ് ഞാനും അച്ഛനും തമ്മിലുള്ളത്. അത് തന്നെയാണ് എന്നെ കണക്കുകളില്ലാതെ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചതും. അദ്ദേഹത്തിന് മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു, ഒരുപാട് സ്നേഹമുള്ള ആളാണ്. അതായത് കർക്കശമായിട്ട് ചെറുപ്പകാലത്ത് പെരുമാറിയെങ്കിൽ പോലും അത് താങ്കളോടുള്ള പരിഗണന കൊണ്ടുള്ളായിരുന്ന, അതെ അല്ലേ, സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കും. ഒരു പോറൽ പോലും മകന് പറ്റില്ല എന്നുള്ള ഒരു അച്ഛൻ്റെ ഉള്ളു നിറഞ്ഞ സ്നേഹമാണ്. അച്ഛൻ എന്നെ വീട്ടിനകത്ത് വന്നു, ഫെയിമായി, പൈസയില്ലേ, സീറോ ബാലൻസിൽ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ, പക്ഷെ സീറോ ബാലൻസ് കഴിഞ്ഞു, ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഉണ്ട്. ബാങ്ക് ബാലൻസ് ഉണ്ട്. അല്ലാഹു അക്ബർ. എൻ്റെ രാജ്യത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, എൻ്റെ രാജ്യത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു. കരുതിയിരിക്കുക, കരുതിയിരിക്കുക. അല്ലാഹു അക്ബർ. ഇതൊരു പ്രാർത്ഥനയാണ്. അലൻസറി നാടകക്കാരൻ മരിച്ചോ? ഒരിക്കലുമില്ല, ഇല്ല. അങ്ങനെ മരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരു കാലത്തും അങ്ങനെ നാടകം മരിക്കാൻ പറ്റില്ല. നാടുള്ളിടത്തോളം നാടകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അലൻസറി. വേണ്ടാത്ത പരിപാടിക്ക് പോകരുത്, ഇതൊക്കെ കൈപൊള്ളിക്കുന്നതാണ്. പറഞ്ഞില്ല, അല്ല, ആരോടും ചോദിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമല്ല ചെയ്തത്. ലാലിനെ കുറിച്ച് താങ്കളോട് ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു 10 വാചകത്തിൽ ഉപന്യസിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾ അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപന്യസിക്കുന്നത്? ഒറ്റ വാചകത്തിൽ പറയാം, വളരെ സരസനായ കഥാപാത്രത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചെത്താൻ പറ്റുന്ന പ്രഗത്ഭനായ നടൻ. മമ്മൂക്കയെ കുറിച്ച് പറയാം, ഓരോ ചുവടും സസൂക്ഷ്മം വെച്ച് കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പഠിതാവായ, കഥാപാത്രത്തെ പഠിക്കുന്ന മികവുറ്റ നടൻ.